നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ബ്രിട്ടനെ ഏറ്റവും അധികം ഞെട്ടിച്ച സാമൂഹിക കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് ഗ്രൂമിംഗ് ഗ്യാങ് പീഡന വിവാദം. മാഞ്ചസ്റ്ററിലെ റോഡ്സ്ഡെയിലുള്ള അടക്കം ഇംഗ്ലണ്ടിലെ വിവിധ പട്ടണങ്ങളിൽ വർഷങ്ങളോളം കുട്ടികളും കൗമാരപ്രായക്കാരുമായ പെൺകുട്ടികൾ പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാരായ സംഘടിത ക്രിമിനൽ സംഘങ്ങളുടെ ലൈംഗിക ചൂഷണത്തിനും മനുഷ്യക്കടത്തിനും ഇരയായതായി ചില അന്വേഷണങ്ങളിൽ വെളിപ്പെടുകയും ഈ കേസുകൾ ബ്രിട്ടനിലെ നിയമ സംവിധാനത്തെയും പോലീസിനെയും സാമൂഹിക സേവന വകുപ്പുകളെയും ലേബർ പാർട്ടി പോലെയുള്ള സാമൂഹിക നേതൃത്വത്തെയും കടുത്ത വിമർശനത്തിന് വിധേയമാക്കുകയുണ്ടായി. ഒടുവിൽ ഏതാനും ഗ്രൂമിംഗ് ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെട്ടു. ഇപ്പോഴിതാ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ റൂബർട്ട് ലോവിന്റെ കൃത്യമായ ഇടപെടലോടെ ആ വിഷയം ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെ അടിമുടി കുലുക്കുന്ന ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. രണ്ട് വിധത്തിലായിരുന്നു ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടനിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലെ പ്രായപൂർത്തിയാകാത്ത വെള്ളക്കാരി പെൺകുട്ടികളെ ഫോക്കസ് ചെയ്ത് നിരന്തരമായി കണ്ടുമുട്ടി സംസാരിച്ച് അവരെ വിശ്വാസത്തിലാക്കി പിന്നീട് ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനുള്ള ക്രമബദ്ധമായ ഒരു പ്രക്രിയയാണ് ആദ്യത്തേത്. പല കേസുകളിലും പ്രതികൾ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും സ്നേഹം നടിക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയോ നിയന്ത്രിക്കുകയോ ചെയ്ത് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഡേ കെയർ സെന്ററുകളിൽ നിന്ന് അവിടുത്തെ ഡ്രൈവർമാരെ സ്വാധീനിച്ച് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി 10 വയസ്സോളം വളർത്തിയിട്ട് അവരെ ലൈംഗിക അടിമകളാക്കി പീഡിപ്പിക്കുകയാണ് മറ്റൊന്ന്. UK-യിലെ ചില പട്ടണങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ സംഘടിതമായി നടമാടുകയായിരുന്നു. 2000-ന്റെ തുടക്കം മുതൽ റോദർഹാം, റോസ്ഡെയില്, ഓൾഡ് ഹോം തുടങ്ങിയ നഗരങ്ങളിൽ നടന്ന അന്വേഷണങ്ങളെ തുടർന്ന് നൂറുകണക്കിന് പെൺകുട്ടികൾ വർഷങ്ങളോളം ഇത്തരത്തിലുള്ള ലൈംഗിക ദുരുപയോഗത്തിന് ഇരകളായി എന്ന് വെളിപ്പെടുത്തലുകളുണ്ടായി. പലപ്പോഴും ഇരകളുടെ പരാതികൾ പോലീസ് ഗൗരവമായി എടുത്തില്ല എന്നും ഇത്തരം തിന്മകൾ നിയന്ത്രിക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടു എന്നും അന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഭീകര കുറ്റവാളികൾ പാകിസ്ഥാനിൽ നിന്നും കുടിയേറ്റക്കാരായി എത്തിയ മുസ്ലിം പുരുഷന്മാരായിരുന്നു. അതിനുശേഷവും അത്തരം പീഡന കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ടവരും മുസ്ലിം പുരുഷന്മാർ ആയതോടെ വംശീയത, മതം, സംസ്കാരം എന്നിവ ഈ സംഭവങ്ങളിലേക്ക് കടന്നു വന്നു. അന്വേഷണങ്ങൾ മുറയായി നടന്നുവെങ്കിലും ഇത്തരം വിഷയങ്ങൾ തുറന്നു പറയാൻ അധികാരികൾ ഭയപ്പെട്ടിരുന്നുവെന്നും വർഗീയത ആരോപിക്കപ്പെടുമോ എന്ന ആശങ്കയാൽ ഇത്തരം സംഭവങ്ങൾ പുറത്തു വരാതെ ദീർഘനാൾ നിർബാധം നടന്നു പോവുകയുമായിരുന്നു ചെയ്തത്. എന്നാൽ ഈ വിഷയങ്ങൾക്ക് തികച്ചും ന്യായമായ മറ്റൊരു വശം കൂടിയുണ്ട്. സ്ഥിരമായി ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരോ രാജ്യത്തിൽ നിന്നുള്ളവരോ കുറ്റവാളികളാകുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ മതത്തെയും ആ രാജ്യക്കാരെ മുഴുവനും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ന്യായമല്ല. ഭൂരിഭാഗം പോകുന്ന ബ്രിട്ടീഷ് മുസ്ലിങ്ങളും പാകിസ്ഥാനി വംശജരും ഇത്തരം കുറ്റകൃത്യങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ്. എന്നാൽ വർഗീയത ആരോപിക്കപ്പെടും എന്ന ഭയത്താൽ ഇത്തരം ഗ്രൂമിംഗ് ഗ്യാങ് റേപ്പുകളിൽ വേണ്ട വിധത്തിൽ അന്വേഷണം നടക്കാതിരുന്നത് ഒരു തലമുറയോട് ചെയ്ത ക്രൂരത തന്നെയായിരുന്നു. മുൻപ് ഈ വിഷയം പാർലമെന്റിൽ ഉയർത്തിക്കാട്ടിയത് UK ഇൻഡിപെൻഡന്റ് പാർട്ടിയുടെ നേതാവായ ലോർഡ് മാൽഡക്കം പിയേഴ്സൺ ആയിരുന്നു. പിയേഴ്സന്റെ വെളിപ്പെടുത്തലോടെയാണ് കുറ്റവാളികളിൽ പലരും അന്ന് ശിക്ഷിക്കപ്പെട്ടത്. അതിനുശേഷവും അത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യം തുടർന്നുവെങ്കിലും അതേക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അന്വേഷണവും നടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തെ ഏറ്റവും ശക്തമായി ഉയർത്തിക്കാട്ടിയിരിക്കുന്നത് MP ആയ റൂബർട്ട് ലോവാണ്. അദ്ദേഹം നീണ്ട കാലങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ഇരകളുടെ സാക്ഷ്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയും വർഷങ്ങളായുള്ള സർക്കാർ സംവിധാനങ്ങളുടെ പരാജയങ്ങളെ വിമർശിക്കുകയും ചെയ്തു. അടുത്തിടെ അദ്ദേഹം ഗ്രൂമിംഗ് ഗ്യാങ്ങുകളുമായി ബന്ധപ്പെട്ടതായി കണ്ടെത്തുന്ന പാകിസ്ഥാനി പുരുഷന്മാരെ ബ്രിട്ടനിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ബ്രിട്ടനെ മുഴുവൻ നടുക്കിയ ആ റിപ്പോർട്ടിനെ കുറിച്ച് റൂബർട്ട് ലോവ് പറഞ്ഞത് ഇങ്ങനെയാണ്. This report is over 200 pages long and it goes into the root causes of probably the most extensive, widespread scandal that has ever beset Britain. It goes to every corner of the country. It's not in silos, it's everywhere. And it involves failure by the British establishment. And by the British establishment, I mean, obviously, government ministers, the civil service, local government, social services, the police, the judiciary, the NHS, and the media, who is supposed to be the guardian for the British people of scandals like this, but they've singularly failed to do that. ലോവിന്റെ പ്രസ്താവനകൾ ബ്രിട്ടനിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമാണ് വഴിതെളിച്ചിരിക്കുന്നത്.
ബ്രിട്ടനിലെ പരമ്പരകളെ നിലനിർത്തേണ്ട പെൺകുട്ടികളെ പിച്ചി ചീന്തിയ കാപാലികന്മാർക്ക് തക്കതായ ശിക്ഷ നൽകുന്നതിനൊപ്പം അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരെ കണ്ടെത്തി നാട് കടത്താനും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റെസൊല്യൂഷൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച സഭ കൂടിയിരിക്കുമ്പോഴായിരുന്നു ലോവ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. കുറ്റാരോപിതരായ പുരുഷന്മാരിൽ നിന്ന് ബ്രിട്ടീഷ് പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ഘോരമായ ലൈംഗിക പീഡനങ്ങളെക്കുറിച്ച് ആഴത്തിൽ റിസർച്ച് തന്നെ നടത്തിയ ലോവ് ഇരകളുടെ മൊഴി സഹിതമുള്ള റേപ്പ് ഗ്യാങ് റിപ്പോർട്ട് പുറത്തിറക്കുകയുണ്ടായി. തങ്ങൾ അനുഭവിച്ച കഠോരമായ പീഡനങ്ങളിൽ തങ്ങളുടെ വംശവും മതവും നിർണായകമായ പങ്കുവഹിച്ചുവെന്ന മൊഴികളാണ് ഇരകളുടേതായി ലോവ് നൽകിയിരിക്കുന്നത്. 1950 മുതൽ UK 10-12 വയസ്സ് മാത്രം പ്രായമുള്ള 2.5 ലക്ഷം വെളുത്ത ബ്രിട്ടീഷ് പെൺകുട്ടികൾ കൂട്ടബലാത്സംഗം, മനുഷ്യക്കടത്ത്, ഗർഭധാരണം, നിർബന്ധിത മതപരിവർത്തനം എന്നിവയ്ക്ക് വിധേയരായിട്ടുണ്ടാകാമെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികളെ കടത്തുന്നതും മയക്കുമരുന്നും മദ്യവും നൽകുന്നതും ഒന്നിലധികം പുരുഷന്മാർക്കിടയിലേക്ക് അവരെ കടത്തിവിടുന്നതും ബ്ലാക്ക് മെയിലിങ്ങിനായി ദുരുപയോഗം ചെയ്യുന്നത് ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ലോവിന്റെ ദ റേപ്പ് ഗ്യാങ് ഇൻക്വയറി റിപ്പോർട്ടിൽ ഉള്ളത്. റിപ്പോർട്ടിൽ ടൈലർ എന്ന കൂട്ടബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ സാക്ഷ്യത്തിൽ അവർ എന്നെ ബലാത്സംഗം ചെയ്യുന്നതിന് മുൻപ് അവർ ബിസ്മില്ല ചൊല്ലുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഇരയുടെ വെളിപ്പെടുത്തൽ ആരെയും നടുക്കാൻ പോകുന്നതാണ്. ആസക്തികൾക്ക് ഉപയോഗിക്കുന്നതുവരെ അവർ അവളെ മയക്കുമരുന്നിന് അടിമയാക്കുകയും ശരീരത്തിൽ സ്വകാര്യ ഭാഗങ്ങളിൽ മദ്യക്കുപ്പി പൊട്ടിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ ആ മുറിവുകൾ ചികിത്സിച്ചുവെങ്കിലും അവ എങ്ങനെ സംഭവിച്ചുവെന്ന് ആരും തിരക്കിയില്ല. അവളെ കൊണ്ടുപോയ പുരുഷന്മാരോടൊപ്പം പോലീസ് അവളെ കണ്ടെത്തിയെങ്കിലും വഴിപിഴച്ചവളായി മുദ്രകുത്തുകയും വേട്ടക്കാരെ വിട്ടയക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നാലെ ഗുണ്ടാസംഘങ്ങൾ അവളുടെ വീട് ആക്രമിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ അവിടെ വെച്ച് പീഡിപ്പിക്കുകയും കൂടുതൽ കുട്ടികളെ പീഡനത്തിന് വിധേയരാക്കുന്നത് സാക്ഷ്യം വഹിക്കാൻ അവർ അവളെ നിർബന്ധിക്കുകയും പിന്നാലെ മതപരിവർത്തനത്തിനും ദിവസവും തല്ലുന്ന പീഡകരിൽ ഒരാളുമായി വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ആ ദുരിത പർവ്വങ്ങൾക്കിടയിൽ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. സ്വന്തം രാജ്യത്ത് സ്വന്തം പെൺമക്കൾക്ക് ഇതെല്ലാം സംഭവിച്ചിട്ടും വംശീയവാദികളായി മുദ്ര കുത്തപ്പെടുമെന്ന് ഭയന്ന് നിയമപാലകരും ഉത്തരവാദിത്തപ്പെട്ടവരും ആപൽക്കരമായ മൗനം പാലിക്കുകയായിരുന്നു ചെയ്തത് ബ്രിട്ടനിൽ. ക്രിസ്ത്യാനികളും വെള്ളക്കാരുമായ പെൺകുട്ടികളെ താഴ്ന്ന മൂല്യങ്ങളുള്ളവരും മാലിന്യങ്ങളുമായി കാണുമ്പോൾ മുസ്ലിം പെൺകുട്ടികളെ ഇത്തരം പുരുഷന്മാർ അന്തസ്സും ഉയർന്ന ധാർമ്മിക നിലയും ഉള്ളവരായി വിശേഷിപ്പിച്ചു എന്നുള്ള ഇരകളുടെ മൊഴികൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ലോവിന്റെ അടുത്ത വെളിപ്പെടുത്തലുണ്ടായത്. രാജ്യത്തുടനീളമുള്ള നിരവധി സമൂഹങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ തുടർന്നും നടക്കുന്നുണ്ടെന്ന് രേഖകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മതവും ബലാത്സംഗ സംഘങ്ങളും തമ്മിൽ നിഷേധിക്കാനാവാത്ത ബന്ധമുണ്ടെന്ന് ഈ അന്വേഷണ റിപ്പോർട്ട് തെളിയിക്കുന്നുണ്ട് എന്നും ഒരു രാജ്യം എന്ന നിലയിൽ അത് ഒടുവിൽ പറയാൻ നാം ധൈര്യം കണ്ടെത്തേണ്ടതുണ്ട് എന്നും പ്രധാനമായും പാകിസ്ഥാനി മുസ്ലിം പുരുഷന്മാരുടെ സംഘങ്ങൾ ദുർബല തൊഴിലാളികളായ വെള്ളക്കാരുടെ പെൺകുട്ടികളെ മൃഗീയ ബലാത്സംഗം നടത്തിയത് അനിയന്ത്രിതമായ തിന്മയാണ് എന്നും റിപ്പോർട്ട് ഊന്നി പറയുകയാണ്. ബ്രിട്ടീഷ് ജീവിത രീതിയുമായി പൂർണ്ണമായും പൊരുത്തപ്പെടാത്ത അന്യ സംസ്കാരങ്ങളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും യാഥാസ്ഥിതിക പരിഷ്കരണ രാഷ്ട്രീയക്കാരെല്ലാം ഈ വലിയ ഇറക്കുമതിക്ക് നേരിട്ട് ഉത്തരവാദികളാണ് എന്നും വ്യക്തിപരമായി ഉത്തരവാദികളായ ആരോടും ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ലെന്നുമുള്ള ലോവിന്റെ വാക്കുകൾ ഇപ്പോൾ ബ്രിട്ടനിൽ ശക്തമായി അലയടിക്കുകയാണ്. ബ്രിട്ടനെ മുഴുവൻ പിടിച്ചുകുലുക്കിയിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ മൂലം തീവ്ര വലതുപക്ഷത്തിൽ ഊന്നിയ ഒരു ജനമുന്നേറ്റത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് ടെക് ഭീമൻ ഇലോൺ മസ്ക് കൂടിയായിരുന്നു. ഈ വിഷയത്തിൽ മസ്ക് കൈക്കൊണ്ട നിലപാടുകൾ അത്രയും യാഥാസ്ഥിക ബ്രിട്ടീഷുകാർക്ക് സന്തോഷമുളവാക്കുന്നതും അപ്പോൾ തന്നെ ലേബർ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതുമായിരുന്നു. ഈ വിഷയം അടിസ്ഥാനമാക്കി എക്സ് പ്ലാറ്റ്ഫോമിൽ മുൻപ് മസ്ക് ഒരു വലിയ ചർച്ച തന്നെ സംഘടിപ്പിച്ചിരുന്നു. അതിൽ മുൻ പ്രധാനമന്ത്രി ലിസ് ട്രസും എഴുത്തുകാരി JK റൗളും ഒക്കെ സജീവമായി പങ്കെടുത്തിരുന്നു. അന്ന് മസ്ക് വെളിപ്പെടുത്തിയത് ക്രൂരന്മാരും ലൈംഗിക വേട്ടക്കാരുമായ പാക് ഗ്രൂമിംഗ് ഗ്യാങ് അംഗ കുറ്റവാളികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകാതിരുന്നത് അന്നത്തെ പ്രോസിക്യൂട്ടറായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ആണ് എന്നായിരുന്നു. ഏതായാലും ആദ്യഘട്ടങ്ങളിൽ ദേശീയതല അന്വേഷണത്തെക്കുറിച്ച് ലേബർ സർക്കാരിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ 2025 ബാരോണസ് ലൂയിസ് ഈ കേസിൽ നടത്തിയ ഓഡിറ്റിംഗിന് പിന്നാലെ സർക്കാർ ഔദ്യോഗികമായ സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു. ഈ അന്വേഷണ സംഘം ഗ്രൂമിംഗ് ഗ്യാങ്ങുകളുടെ കുറ്റകൃത്യങ്ങൾക്കൊപ്പം പോലീസ്, പ്രാദേശിക ഭരണകൂടങ്ങൾ, സാമൂഹിക സേവന വിഭാഗങ്ങൾ എന്നിവ എങ്ങനെ പരാജയപ്പെട്ടു എന്നതും പരിശോധിക്കുകയാണിപ്പോൾ. സർക്കാർ നിയമപരമായ അന്വേഷണത്തിന് പൂർണ്ണ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും വംശീയത, മതം, സംസ്കാരം എന്നിവയുടെ പങ്കും പരിശോധിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വിമർശകർ പറയുന്നത് സർക്കാർ വളരെ വൈകിയെന്നും
ബറോണസ് ഓഡിറ്റിലെ പ്രസക്തമായ ശുപാർശകൾ ഒന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നുമാണ്. കുടിയേറ്റക്കാരുടെ ഇത്തരം അതിക്രൂരമായ പെരുമാറ്റങ്ങൾ സഹിക്കാൻ വയ്യാതെ മുൻപ് പലപ്പോഴും അസ്തിത്വബോധത്തിന് പരിക്കേറ്റ് ബ്രിട്ടീഷുകാർ മൂല്യങ്ങളിൽ ഊന്നിയ ഒരു ക്രൈസ്തവീകമായ മുന്നേറ്റങ്ങൾക്ക് കളമൊരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വിഷയം ബ്രിട്ടനിലെ ദേശീയവാദ വലതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ ഊർജം നൽകിയിരിക്കുകയാണ്. കുടിയേറ്റം, ബഹുസാംസ്കാരികത, ഇസ്ലാമിക തീവ്രവാദം തുടങ്ങിയ വിഷയങ്ങളുമായി ഗ്രൂമിംഗ് ഗ്യാങ് വിവാദത്തെ ബന്ധിപ്പിച്ചാണ് പല തീവ്ര വലതുപക്ഷ നേതാക്കളും പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലതുപക്ഷവാദികളുടെ പ്രധാന ആരോപണം രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും പോലീസും വർഷങ്ങളോളം സത്യം മറച്ചുവെച്ചുവെന്നും ഇരകളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും വംശീയ സംഘർഷം ഉണ്ടാകുമെന്ന ഭയത്തിൽ കുറ്റവാളികളുടെ പശ്ചാത്തലം തുറന്നു പറയാൻ മടിക്കുന്നു എന്നൊക്കെയാണ്. അത് ഒരു പരിധിവരെയും സത്യവുമാണെന്ന് സമ്മതിക്കേണ്ടതായി വരും. എന്നാൽ ഇടതുപക്ഷ നേതാക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും യഥാർത്ഥ കുറ്റവാളികൾ മാത്രം ശിക്ഷിക്കപ്പെടേണ്ടതിന് പകരം മുഴുവൻ മുസ്ലിം സമൂഹത്തെയോ പാകിസ്ഥാനി വംശജരെയോ ആക്രമിക്കപ്പെടുന്ന വിധത്തിൽ നടക്കുന്ന വംശീയ വിദ്വേഷം വളർത്തുന്ന പ്രവർത്തനങ്ങളെ തടയണമെന്നും പറയുന്നുണ്ട്. റൂബർട്ട് ലോ അടക്കമുള്ളവരുടെ ശക്തമായ നീക്കങ്ങളെ തുടർന്ന് ഓപ്പറേഷൻ ബീക്കൺ പോർട്ട് എന്ന പേരിൽ ബ്രിട്ടനിലെ ഗ്രൂമിംഗ് ഗ്യാങ് കേസുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ദേശീയ പുനരന്വേഷണ പദ്ധതി ശക്തമായി ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഗ്രൂമിംഗ് ഗ്യാങ് പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ ഓപ്പറേഷൻ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നയിക്കുന്നത് ബ്രിട്ടന്റെ നാഷണൽ ക്രൈം ഏജൻസിയാണ്. വർഷങ്ങളായി നിരവധി ഗ്രൂമിംഗ് ഗ്യാങ് കേസുകൾ ഉണ്ടായിട്ടും ഇരകളുടെ പരാതികൾ ഗൗരവമായി എടുക്കുകയോ അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവുകൾ പിന്തുടരുകയോ ചെയ്തില്ല. നോ ഫർദർ ആക്ഷൻ എന്ന് പറഞ്ഞ് കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാതെ ഫയലുകൾ അവസാനിപ്പിക്കുകയായിരുന്നു. അത്തരം ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബാരോണസ് ലൂയിസ് കേസിയുടെ റിപ്പോർട്ടിന് ശേഷമാണ് 2025 ഓപ്പറേഷൻ ബീക്കൺ പോർട്ട് ആരംഭിച്ചത്. എന്നാൽ അതിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായത് ഇപ്പോഴാണ്. 2010 മുതൽ 2025 മാർച്ച് വരെ നടന്ന കേസുകൾ, 2 അതിലധികം പ്രതികൾ ഉൾപ്പെട്ട കേസുകൾ, 1-ലധികം ഇരകളുള്ള കേസുകൾ, ലൈംഗിക ചൂഷണവും ബലാത്സംഗ ആരോപണങ്ങളും ഉൾപ്പെടുന്ന കേസുകൾ, മുൻപ് അടച്ചുപൂട്ടിയെങ്കിലും സ്വതന്ത്രമായി പുനഃപരിശോധിക്കാത്ത കേസുകൾ തുടങ്ങിയവയെല്ലാം ഓപ്പറേഷൻ ബീക്കൺ പോർട്ടിന്റെ പരിഗണനയിൽ വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 23 പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് 1273 കേസുകൾ ഈ ഏജൻസിക്ക് കൈമാറി. അതിൽ 236 കേസുകൾ ബലാത്സംഗ ആരോപണങ്ങൾ ഉൾപ്പെടുന്നതിനാൽ മുൻഗണനാ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു വരികയാണ്. ആദ്യഘട്ട പരിശോധനയിൽ ചില കേസുകളിൽ പുനരന്വേഷണ പിഴവുകളും പിന്തുടരാത്ത തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. 2026 ജൂണിൽ 8 പോലീസ് ഫോഴ്സുകളോട് അടച്ചുപൂട്ടിയ കേസുകൾ വീണ്ടും തുറക്കാൻ NCA നിർദ്ദേശം നൽകുകയുണ്ടായി. ലഭ്യമായ തെളിവുകൾ പിന്തുടരാതിരിക്കുക, സംശയാസ്പദമായ വ്യക്തികളെ ചോദ്യം ചെയ്യാതിരിക്കുക, ഇരകളുടെ മൊഴികൾ ശരിയായി രേഖപ്പെടുത്താതിരിക്കുക, അന്വേഷണം നേരത്തെ അവസാനിപ്പിക്കുക തുടങ്ങിയ ഗുരുതരമായ പിഴവുകൾ ചില കേസുകളിൽ ഉണ്ടായിട്ടുള്ളതാണ് ബീക്കൺ പോർട്ടിന്റെ ആദ്യ റിപ്പോർട്ടുകളിൽ പറയുന്നത്. 2026 ബ്രിട്ടീഷ് സർക്കാർ ഓപ്പറേഷൻ ബീക്കൺ പോർട്ടിനായി ഏകദേശം 28 മില്യൺ അധിക ഫണ്ടിങ് അനുവദിച്ചു. ഇതിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് പഴയ കേസുകൾ വീണ്ടും അന്വേഷിച്ച് കുറ്റവാളികളെ കോടതിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ബ്രിട്ടനിലെ ഗ്രൂമിംഗ് ഗ്യാങ് വിവാദം ഒരു ക്രിമിനൽ കേസ് മാത്രമല്ല, അത് ഭരണ സംവിധാനത്തിന്റെ പരാജയം കൂടിയാണ്. വംശീയതയുടെ മറപിടിച്ച് ഇത്തരം ആക്രമണങ്ങൾ എവിടെ വേണമെങ്കിലും ആവർത്തിക്കപ്പെടാം എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് റൂബർട്ട് ലോവിനെ പോലെയുള്ള നേതാക്കൾ വിഷയം ശക്തമായി ഉയർത്തിക്കാട്ടുമ്പോൾ ലേബർ സർക്കാർ ഔദ്യോഗിക അന്വേഷണങ്ങളിലൂടെ മറുപടി നൽകാൻ ശ്രമിക്കുകയാണ്. ആ അന്വേഷണങ്ങളിലൂടെ സത്യം കണ്ടെത്തുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം. ആരോഗ്യരംഗത്ത് കേരളം വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്ന കാര്യം നിസ്തർക്കമാണ്. എന്നാൽ ഇടതു വലത് രാഷ്ട്രീയ ശക്തികളുടെ അവകാശവാദങ്ങളും മൂപ്പള തർക്കങ്ങളും ഇവിടെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനാൽ കേരളത്തിലെ ആരോഗ്യ മേഖല കൈവരിച്ചിട്ടുള്ള യഥാർത്ഥ നേട്ടങ്ങൾ പലപ്പോഴും തമസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ലോകത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ പലതും കേരളത്തിലേക്ക് എത്തിപ്പെടുകയും തുടർച്ചയായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സംസ്ഥാനമായി മാറുന്നത് ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ ക്ഷീണം തന്നെയാണ്. കേരളത്തിൽ അടുത്തിടെയായി നിപ്പ വൈറസും ഷിഗല്ല പോലെയുള്ള പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കകൾ ഉടലെടുത്തിട്ടുണ്ട് എങ്കിലും അതേക്കുറിച്ച് വലിയ ജാഗ്രത പുലർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും ഓരോ പൗരനും ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കേണ്ട സമയം തന്നെയാണിത്. കാരണം പകർച്ചവ്യാധി വ്യാപനത്തിൽ സംസ്ഥാനം കടുത്ത ആശങ്കയിലാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പാളിയാൽ ഡെങ്കി, എലിപ്പനി കേസുകളും കുത്തനെ ഉയരുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഷിഗല്ലയിൽ തീവ്ര ജാഗ്രത വേണമെന്നുള്ള കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് തന്നെ നൽകിയിട്ടുള്ളതാണ്. ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിവുള്ളതുപോലെ നിപ്പ വൈറസ് പ്രധാനമായും പഴം തീനി വവ്വാലുകളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. വവ്വാലുകൾ കടിച്ചു പറിച്ച പഴങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനപ്പെട്ട കാര്യമായിരിക്കുന്നത് പോലെ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുകയും പനി, തലവേദന, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുകയും
നിപ്പ രോഗബാധിതരുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുകയും ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാലും പാളിപ്പോകാനിടയുള്ളത് ഷിഗല്ല രോഗത്തിന്റെ കാര്യത്തിലാണ്. കാരണം മലിന ജലത്തിലൂടെയും ശുചിത്വമില്ലാത്ത ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമാണ് ഷിഗല്ല. അതിനാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുകയും തിളപ്പിച്ചാറിയ വെള്ളമോ ശുദ്ധജലമോ മാത്രം കുടിക്കുകയും വഴിയോരങ്ങളിൽ നിന്ന് ശുചിത്വമില്ലാത്ത ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിൽ വ്യക്തി ശുചിത്വത്തിനും പരിസര ശുചിത്വത്തിനും വളരെ പങ്കുള്ളതിനാൽ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുകയും വേണം. രോഗലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകുന്നത് കുറയ്ക്കുകയും ഉടനടി ചികിത്സ തേടുകയും. അതേക്കുറിച്ച് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: പകർച്ചവ്യാധികളുടെ സംഖ്യ ഇത്തവണ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ വർഷം കൂടുതലാണ്. അതിൻ്റെ ഒരു മുഖ്യ കാരണമായിട്ട് ഞങ്ങൾ അവലോകനം നടത്തിയപ്പോൾ മനസ്സിലായത് ഈ ശുചീകരണ പ്രവർത്തനങ്ങളും മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാരണം കുറേ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുൻകാലങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടിട്ടുണ്ട്. ആരുടെയും കുറ്റമല്ല. ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ ഒരു ഹൈ പവർ കമ്മിറ്റി വേണം എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിനു വേണ്ടി ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു കലണ്ടർ തയ്യാറാക്കുക. ഈ പകർച്ചപ്പനികൾ നിയന്ത്രിക്കാനുള്ള ഒരു കലണ്ടർ തയ്യാറാക്കുക. അപ്പം അതിന് ഓരോ സീസണിലും വരാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനുള്ള നടപടി. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏത് പകർച്ചവ്യാധി പടർന്നു പിടിച്ചാലും അത് കേരളത്തിലും എത്തിച്ചേരുന്ന ഒരു വല്ലാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. അത് വളരെ ഗൗരവമായി തന്നെ വിലയിരുത്തുകയും അതിനെതിരെയുള്ള കാര്യക്ഷമമായ പ്രതിരോധ പരിപാടികൾ ശക്തമാക്കുകയും ചെയ്തേണ്ടത് തന്നെയാണ്. ഇത്തരത്തിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കേസുകൾ ഉണ്ട് എങ്കിലും കേരളത്തിൽ പകർച്ചവ്യാധികൾ ആവർത്തിക്കുന്നത് ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, ജനസാന്ദ്രത, പരിസ്ഥിതി വ്യതിയാനങ്ങൾ, ശുചിത്വ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് തന്നെയാണ്. കേരളത്തിൽ ദീർഘമായ മഴക്കാലവും ഉയർന്ന ആർദ്രതയും ഉള്ളതിനാൽ ബാക്ടീരിയ, വൈറസ്, കൊതുക് തുടങ്ങിയ രോഗവാഹക ജീവികൾക്ക് വളരാൻ അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നും മഴക്കാലത്ത് ജലസ്രോതസ്സുകൾ മലിനമാകാനും ജലജന്യ രോഗങ്ങൾ പടരാനും സാധ്യത കൂടുതലാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ കേരളത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്ന നിപ്പ പോലെയുള്ള രോഗങ്ങൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന സുനോട്ടിക് രോഗങ്ങളാണ്. കേരളത്തിൽ വനമേഖലകൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും ഇടയിലുള്ള അകലം കുറയുന്നതും വവ്വാലുകൾ പോലെയുള്ള ജീവികളുമായുള്ള സമ്പർക്കം വർദ്ധിക്കുന്നതും രോഗവ്യാപന സാധ്യത കൂടുന്നു എന്നത് ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. ആളുകൾ തമ്മിലുള്ള അടുത്ത സമ്പർക്കം രോഗങ്ങളിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വേഗത്തിൽ പടരാൻ കാരണമാകുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. ഷിഗല്ല പോലെയുള്ള രോഗങ്ങളുടെ വ്യാപനത്തിൽ മലിനജലവും സുരക്ഷിതമില്ലാത്ത കുടിവെള്ള സ്രോതസ്സുകളും പ്രധാന പങ്കുവഹിക്കുന്നതിനാൽ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടിയിരിക്കുന്നു. അടുത്ത കാലത്തെ ചില കേസുകൾ സംസ്ഥാനത്തെ ചില ഭാഗങ്ങളിലെ ശുചിത്വ സാനിറ്റേഷൻ സംവിധാനങ്ങളുടെ പോരായ്മകൾ തുറന്നു കാട്ടിയിട്ടുണ്ട് എന്നതും പ്രധാനമാണ്. ആഗോളതാപനവും പരിസ്ഥിതി വ്യതിയാനങ്ങളും രോഗാണുക്കളുടെ സ്വഭാവത്തെയും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെയും ബാധിക്കുമ്പോൾ പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാനോ പഴയ രോഗങ്ങൾ കൂടുതൽ ആവർത്തിക്കാനോ കാരണമാകാനാണ് ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നത്. ആഗോളതാപനത്തിനും പരിസ്ഥിതി വ്യതിയാനങ്ങളും രോഗാണുക്കളുടെ സ്വഭാവത്തെയും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെയും ബാധിക്കുമ്പോൾ പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാനോ പഴയ രോഗങ്ങൾ കൂടുതൽ ആവർത്തിക്കാനോ കാരണമാകാമെന്നാണ് ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നത്. അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ അൽ-അസർ മെഡിക്കൽ കോളേജ് അസോസിയേറ്റഡ് പ്രൊഫസറായ ഡോക്ടർ പ്രവീൺ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ ശരീരത്തിൽ നിന്ന് മലത്തിലോ മൂത്രത്തിലോ കൂടി വെളിയിൽ പോകുന്ന അത് നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ചെന്ന് ചേരുന്നു. അത് മലത്തിൽ നിന്ന് ഒഴുകിപ്പോയി വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോയി അത് കിണറ്റിലോ വെള്ളത്തിലെയോ വേറെ വെള്ളവുമായി മിക്സ് ചെയ്താകാം. അല്ലെങ്കിൽ ആ മലത്തിലോ ഇതിലോ ഏതെങ്കിലും പ്രാണികൾ വന്നിരുന്ന് ഈച്ച അങ്ങനെയുള്ളതിലോ വന്നിരുന്ന് അത് നമ്മുടെ ആഹാരത്തിൽ വന്നതാകാം. അതോ പ്രിപ്പയർ ചെയ്യുന്ന ആൾ ടോയ്ലറ്റിൽ പോയി ശൗചാലയത്തിൽ പോയി കഴിഞ്ഞ് അയാൾ വേണ്ട രീതിയിൽ സോപ്പിട്ട് കൈ കഴുകാതെ വീണ്ടും കുക്ക് ചെയ്യാൻ പോകുന്നതാകാം. അല്ലെങ്കിൽ അങ്ങനെ പല പല കാരണങ്ങളുണ്ടാകും. രണ്ടാമത്തത് ചുമയിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ വരുന്ന ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും. അതായത് നമ്മൾ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോൾ ഉണ്ടാകുന്ന ഡ്രോപ്ലെറ്റ്സ് കൂടി പകരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 3-4 കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമത്തത് വെക്ടർ ബോൺ ഡിസീസ് ആണ്. അതാണ് നമ്മളിപ്പോ നിപ്പ
വരുന്നത്. വെക്ടർ ബോൺ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ജീവി, അതായത് മെയിനായിട്ട് പ്രാണികളായിരിക്കാം, കൊതുക് അങ്ങനെയുള്ള പ്രാണികൾ വഴി നമുക്ക്. അപ്പൊ ഇതെല്ലാം വളരെയധികം സ്പ്രെഡ് ആകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ ചെറിയ തോതിൽ പോലും ശ്രദ്ധ ഒന്ന് വ്യതിചലിച്ചാൽ മാത്രം മതി, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാകുമ്പോൾ സർക്കാരിനെയും ബന്ധപ്പെട്ട വകുപ്പുകളെയുമാണ് സ്വാഭാവികമായും പ്രതിക്കൂട്ടിൽ നിർത്താറുള്ളത്. എന്നാൽ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാരിനും ആരോഗ്യ വകുപ്പിനും എത്രമാത്രം ഉത്തരവാദിത്വമുണ്ടോ അത്ര തന്നെ ഉത്തരവാദിത്വം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനുമുണ്ട്. രോഗനിരീക്ഷണ സംവിധാനം ശക്തമാക്കുക, പരിശോധനകളും ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പാക്കുക, പൊതുജനങ്ങൾക്ക് കൃത്യമായി വിവരങ്ങൾ നൽകുക, ശുദ്ധജലവും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുക, രോഗബാധിതരെ കണ്ടെത്തി സമ്പർക്ക പട്ടിക തയ്യാറാക്കി രോഗവ്യാപനം തടയുക തുടങ്ങിയ കാര്യങ്ങളാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുക. എന്നാൽ ഇതുകൊണ്ട് മാത്രം പകർച്ചവ്യാധികളെ തടയാൻ കഴിയില്ല. അവിടെയാണ് പൊതുജനങ്ങളുടെ സഹകരണം അനിവാര്യമായി മാറുന്നത്. വ്യക്തിശുചിത്വം പാലിക്കുക, കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക, തിളപ്പിച്ചാറിയതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കുക, രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ മറച്ചു വെക്കാതെ ചികിത്സ തേടുക, ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക, അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കുക, വീടിന്റെയും പരിസരങ്ങളുടെയും ശുചിത്വം ഉറപ്പാക്കുക, രോഗങ്ങളെക്കുറിച്ചുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്താതിരിക്കുക എന്നിവയെല്ലാം വ്യക്തികൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ ഉത്തരവാദിത്വവും സർക്കാരിന്റെ മേൽ മാത്രം ചുമത്തുകയും വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന പ്രവണത ഇപ്പോൾ തുടരുമ്പോൾ വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ പൊതു ആരോഗ്യം എന്നത് സർക്കാർ മാത്രം സംരക്ഷിക്കുന്ന ഒന്നല്ല, അത് സമൂഹവും വ്യക്തികളും ചേർന്ന് സംരക്ഷിക്കേണ്ട പൊതുസമ്പത്താണ്. പ്രത്യേകിച്ച് ഷിഗല്ല പടരുന്ന ഈ കാലത്ത് ശുചിത്വം അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത റിട്ടയേർഡ് DMO ഡോക്ടർ ഷാജഹാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രിവെന്റീവ് മെഷേഴ്സ് അതെല്ലാം ഇത് മുൻകൂട്ടി കണ്ടിട്ട് പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തലത്തിലും നമ്മുടെ ഇതിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു കോപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം ബോധവൽക്കരണം നടത്തുകയും അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രിവെൻഷൻ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. കൈ സോപ്പിട്ട് കഴുകാനും മാസ്ക് ധരിക്കാനും, ഇപ്പൊ സ്കൂളിലും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും മാസ്ക് ധരിക്കാനും, കൈ ഫ്രീക്വന്റ് ആയിട്ട് കഴുകാനും, സാനിറ്റൈസർ ഉപയോഗിക്കാനും, പിന്നെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാനും, പിന്നെ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് ബോയിൽഡ് വാട്ടർ ഉപയോഗിക്കാനും അതൊക്കെ ശ്രദ്ധിക്കും. വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയും പിന്നെ അത് ഗവൺമെന്റ് തലത്തിലേക്ക് കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, പ്രിവെന്റീവ് മെഷേഴ്സ് കാര്യമായിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വർഷവും ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകളും ഭക്ഷ്യ സംസ്കാരവുമാണ്. പ്രത്യേകിച്ച് ഷിഗല്ല, സാൽമോണല്ല, കോളറ, ടൈഫോയിഡ്, ഹൈപ്പറ്റൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ മലിനമായ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ വൃത്തിഹീനമായ ഭക്ഷണശാലകൾ പൊതുജന ആരോഗ്യത്തിന് വലിയ അപകടം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഭക്ഷണം തയ്യാറാക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലുമുള്ള ശുചിത്വ മാനദണ്ഡങ്ങളാണ് പ്രധാനമായ വിഷയം. വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനവും, അത് ഹോട്ടലായാലും വഴിയോര ഭക്ഷണശാലയായാലും ബേക്കറി ആയാലും, അത് രോഗവ്യാപനത്തിന് കാരണമാകും. ഭക്ഷണശാലകളിൽ സ്ഥിരമായ ആരോഗ്യ ശുചിത്വ പരിശോധനകൾ നടത്തുകയും ഗുരുതരമായ ശുചിത്വ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ പിഴയും താൽക്കാലിക അടച്ചുപൂട്ടലും ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആരോഗ്യ പരിശോധനയും പരിശീലനവും ഉറപ്പാക്കുകയും ചെയ്യാനുള്ള നടപടികൾ സർക്കാർ അടിയന്തിരമായി ഊർജിതമായി നടപ്പാക്കേണ്ടതാണ്. വ്യക്തമായി വൃത്തിഹീനമായി തോന്നുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഭക്ഷണം വാങ്ങാതിരിക്കുവാനും സംശയാസ്പദമായ സാഹചര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുവാനും ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി മുന്നോട്ട് പോകുവാനും പൊതുജനങ്ങളെയും തയ്യാറാക്കേണ്ടതാണ്. അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകനായ ജോൺസൺ കൊച്ചുപറമ്പൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ മാറി വന്ന സംസ്കാരത്തിലെ പുറത്തു നിന്നുള്ള ഭക്ഷണം, ഇപ്പൊ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനെ നമുക്ക് തടയാൻ പറ്റില്ല, അത് കുറ്റകരമല്ലല്ലോ, കഴിക്കാം. പക്ഷേ അത് എപ്രകാരമുള്ള ഹോട്ടലിൽ നിന്നാവണം. അവശ്യ ഘട്ടങ്ങളിൽ കഴിക്കുന്നത്, നമ്മുടെ ഒരു ആഹ്ലാദത്തിനായിട്ട് ചില ബർത്ത്ഡേക്കോ ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് പോയി കഴിക്കുന്നത്, ഇതൊക്കെ അല്ലാതെ ഇപ്പൊ യൂത്തിനെ സംബന്ധിച്ചിപ്പം വീട്ടിലിരുന്നവര് മറ്റേ ഈ IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നു, അവർ മടുപ്പ് തോന്നുമ്പോഴേ പുറത്തു പോകുന്നു, എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു. യാത്ര പോകുമ്പോൾ വഴികളിൽ കാണുന്നത് എന്തും ജസ്റ്റ് ഒന്ന് വണ്ടി തീർത്തുന്നു, അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് കഴിക്കുന്നു. ഞാൻ അത്തരം വ്യാപാരവുമൊക്കെ ആയിട്ട് ജനം ഇറങ്ങുന്നത് അവരുടെ ജീവിത സാഹചര്യം കൊണ്ടാണ്, അവർക്ക് ജീവിക്കാൻ പറ്റിയ മാർഗമില്ലാത്തത് കൊണ്ടാണ്. ആ തൊഴിൽ ചെയ്യുന്നവരെയൊന്നും ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവിടെ നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരം കച്ചവടങ്ങൾ അത് എവിടെ ഏതെങ്കിലും ഒരു വഴിയിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇത്തരം ഒരു പടുത വലിച്ചു കെട്ടിയിട്ട് ഒരു പഴയ 2 സൈക്കിൾ ചക്രവും വെച്ച് അല്ലെങ്കിൽ ഒരു ഉന്തുവണ്ടി വെച്ച് ഇത്തരം
കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാത് പ്രദേശത്തെ പഞ്ചായത്തിന് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന് കൃത്യമായിട്ട് അത് അവിടെ ചെന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വമായിട്ടുണ്ട്. അവർ ഭക്ഷണം വിറ്റോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർ ജീവിക്കാനാണ്. പക്ഷേ അവർ കൊടുക്കുന്നത്, ആ കൊടുക്കുന്നിടം മാത്രമല്ല, അവർ പാചകം ചെയ്യുന്നത് മുതലുള്ള പരിശോധനകൾ ആവശ്യമാണ്. അത് നമ്മൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ പോലും ഇപ്പോൾ ഇങ്ങനെ മറ്റു ജോലിക്ക് വന്നിട്ട് അവരത് ചെയ്യാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നുണ്ട്. ഏതെങ്കിലും ഹോട്ടലുകളിലൊക്കെ കുക്കായിട്ട് നിന്നിട്ട് അവിടേക്കാൾ ലാഭകരമാണെന്ന് പറഞ്ഞാൽ ബജ്ജിക്കടയായിട്ടും മറ്റു ചെറിയ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ആയിട്ട് അവർ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇവിടങ്ങളിലൊക്കെ ഒരു പരിശോധന ഉണ്ടാവും. ജനങ്ങളുടെ ആരോഗ്യം അവരുടെ മാത്രം സമ്പത്താണ്. അത് സംരക്ഷിക്കാൻ പ്രതിബദ്ധമായ സർക്കാർ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ദീർഘകാല വിജയത്തിന് സർക്കാരിനൊപ്പം വ്യക്തികളും വ്യാപാരികളും ശക്തമായി അണിനിരക്കേണ്ടതാണ്. ന്യൂസ് ക്യാൻ സമാപിക്കുന്നു. ഇനി അടുത്ത ആഴ്ച.